പാലസ്തീന് മാനുഷിക സഹായങ്ങൾ ഉറപ്പാക്കുന്നതിന് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്വം സംബന്ധിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അഭിപ്രായം തേടി UN. നോർവീജിയ അവതരിപ്പിച്ച പ്രമേയം 137 വോട്ടുകൾ നേടി പൊതുസഭയിൽ പാസ്സായി. ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെ 10 രാജ്യങ്ങൾ എതിർത്തു. ഐസൺ, ഇവിടെ 10 രാജ്യങ്ങൾ എതിർക്കുകയാണ്, പ്രത്യേകിച്ചും ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള 10 രാജ്യങ്ങൾ. എന്തായിരിക്കാം ഇവരുടെ എതിർപ്പിൻ്റെ പ്രധാന ഘടകങ്ങൾ? ഐസൺ. വിനോദ്, ഈ എതിർപ്പിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസമുണ്ടായി. അതായത് യുണൈറ്റഡ് നേഷൻ റെഫ്യൂജീസ് വെൽഫെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം, റെഫ്യൂജി വർക്കേഴ്സിന് വേണ്ടിയുള്ള അവരുടെ UN അഭയാർത്ഥികൾക്ക് വേണ്ടി, ആ പ്രദേശത്തുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാനവിക സംവിധാനങ്ങളുടെ ഭാഗമായ UNWRGA എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗൗരവതരമായ ചില കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇസ്രയേലിൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെയാണ് ഈ സംവിധാനത്തെ തടയാനുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടയാനുള്ള ഒരു നീക്കം കൃത്യമായി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച് നവംബറിൽ ഒരു നിയമനിർമ്മാണം നടത്തുക പോലും ചെയ്തു. അത്തരത്തിൽ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഭീകര സ്വഭാവമുള്ളവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന കടുത്ത ആരോപണമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചില അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിയിൽ ചില സങ്കീർണതകളോ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പലസ്തീനിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ്റെ വിഭാഗങ്ങളായി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും എല്ലാം തന്നെ കാര്യമായി സഹായങ്ങൾ നൽകുന്നതിന്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ഹെൽപ്പ്, മരുന്നും ഭക്ഷണവും എല്ലാം എത്തിക്കുന്നതിന് ചില പരിമിതികൾ നേരിടുന്നു എന്നാണ് UN പറയുന്നത്. ആ UNൻ്റെ വിഷയമാണ് ഇന്ന് നോർവീജിയ ഒരു പ്രമേയമായി എത്തിക്കുകയും UN പൊതുസഭയിൽ പ്രമേയമായി എത്തിക്കുകയും പൊതുസഭയിൽ അത് 137 വോട്ടുകൾക്ക് പാസ്സാവുകയും 10 പേർ എതിർത്ത് വോട്ട് ചെയ്തു. തീർച്ചയായും അമേരിക്കയും ഇസ്രായേലും അതിനെ എതിർത്ത് വോട്ട് ചെയ്യുകയും 22 രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തു എന്നാണ് കണക്കുകളിൽ നിന്നെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 22 രാജ്യങ്ങൾ വിട്ടുനിന്നുവെങ്കിൽ കൂടി വലിയൊരു ഭൂരിപക്ഷത്തിൽ ഈ കാര്യം, അതായത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം തേടുന്നത് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ റെഫറൻസ് തേടുന്ന രീതിയിലുള്ള പല ഭരണഘടനാപരമായ നീക്കങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു UN ചാർട്ടർ പ്രകാരമുള്ള നീക്കമാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്ന് അറിയുന്നത്. അതിനുള്ള പ്രമേയമാണ് ഇപ്പോൾ കൃത്യമായി പാസ്സായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.